ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. അമ്മുമ്മേ അമ്മുമ്മേ എന്താ കണ്ടാ കണ്ടാ എന്തുവാ ഇവരെ കൊണ്ട് പറ്റൂല എന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ പാട്ട് എഴുതി ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് ദേ പാട്ട്. ഹൈ അത് സൂപ്പർ. പറഞ്ഞോണ്ടിരിക്കാതെ പാടങ്ങോട്ട്. അത് തന്നെ മക്കളൊന്ന് പാടിയ കേക്കട്ടെ. പാടുന്നതിന് മുന്നിക്കൊരു അനിയത്തിയും കൂടി ഉണ്ടായിരുന്നല്ലോ. ശിവ എന്താണ് ഇത്ര നേരം ഇവിടെ സംസാരിക്കണ കേൾക്കാൻ വയ്യേ, എന്നിട്ട് അതിന്റെ അകത്ത് തന്നെ ഇരിക്കണോ? ഇതെന്താന്നറിയോ? സിദ്ധുള്ളിയും കത്തയച്ച തേങ്ങ. എന്റെ കൊച്ചെ, ഇത് ഞാൻ എഴുതിയ പാട്ട്. ഇവരെ കൊണ്ട് പറ്റൂലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് നീ ഞാൻ തന്നെ ഇത് പാടും. അത് പൊളിച്ചു മുത്ത. ആദ്യം പാട്ട് പാടട്ടെ, എന്നിട്ട് നോക്കാം പൊളിച്ചാ ഇല്ല അതാ പൊളിഞ്ഞോന്ന്. എടേ, ഞാൻ ചേച്ചി എടുത്ത എഫേർട്ടിനാണ് അഭിനന്ദിച്ചത്. പിന്നെ പാട്ട് കൊള്ളാമോ ഇല്ലെന്ന് കേട്ടിട്ട് പറയാം. ശിവ പാട് പാട്. എന്തുവാടേ, സ്വന്തം ചേച്ചിയുടെ അടുത്ത് പോലും ഇത്ര അസൂയേ നിനക്ക്? പാട് നോക്കാം. പാടും. ആ ആ പാറമടയില്ലാകെ നിറഞ്ഞു വെള്ളം, അതിൽ മീനാകെ ചാടി കളിച്ചു മെല്ലെ, എൻ്റെ ചൂണ്ടയിൽ മീനാകെ കുരുങ്ങി മെല്ലെ, എൻ്റെ ചൂണ്ടയിൽ മീനാകെ കുരുങ്ങി മെല്ലെ. പിടിച്ചിങ് വലിച്ചിങ് എടുക്കാൻ എന്ത് മീന് എന്തെന്റെ പാട്ടിനെന്ത് കുഴപ്പം? പാറമടയിൽ ഉളുപ്പുണ്ടോടോ ചൂണ്ടാൻ? ചൂണ്ടാനാ ഉളുപ്പുണ്ടോ എനിക്ക്? അനാവശ്യം പറഞ്ഞിട്ടല്ല, ഞാൻ എന്റെ സ്വന്തം കഴിവ് പുറത്തെടുത്ത് എഴുതിയ പാട്ടാണ്. സ്വന്തം കഴിവ് പുറത്തെടുത്തല്ലത്. എവിടെയോ വല്ലാത്തൊരു കേട്ടുപരിചയം പോയ തോന്നുന്നു എനിക്ക്. എനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? ரொம்ப അരുമയാ இருக்குடா. എനിക്കൊരു മനസ്സിലായി. അല്ലിയാമ്പൽ കടവിൽ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നീ കേട്ടിട്ടുണ്ടോ? ലച്ചോ, എടോ 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 ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോടോ പാട്ട് ചൂണ്ടാൻ? എനിക്ക് തോന്നുന്നു നമ്മള് നേരത്തെ ചൂണ്ടിട്ടോണ്ടിരുന്നപ്പോഴേ ഏതോ ചൂണ്ടിയ പാട്ടാണ് പറഞ്ഞത്. ചൂണ്ട പാട്ടൊന്നുമല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു പാട്ട് ഇങ്ങനെ പാടി വരുമ്പോഴത്തേക്ക് അറിയാതെ വേറെ പാട്ടിന്റെ ട്യൂണിലോട്ടൊക്കെ പോവല്ലോ. ഇത് അതേപോലെ പോയതാ. പക്ഷെ ഇത് ആ ട്യൂണിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയ പാട്ടുകളുണ്ടല്ലോ. പോടാ പോടാ പോടാ. അങ്ങനെ മാസം വരെ കറക്റ്റ് ആയിരുന്നു. എന്നാലും ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടാണ്. പിന്നെ ഉളുപ്പ്. ഇവിടെ വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വരെ പാട്ടുകൾ അടിച്ചു മാറ്റുന്നത് പിന്നെയാണോ? അല്ല ചേച്ചി, ചേച്ചി നേരത്തെ പാടിയപ്പോഴത്തേക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. നല്ല അടിപൊളി വരിയും അടിപൊളി മ്യൂസിക് ഒക്കെ ആയിരുന്നല്ലോ. എന്തോ ഇങ്ങനെയായി പോയത്? അതാണ് എനിക്കും മനസ്സിലാവാത്ത. പക്ഷെ അത് എനിക്ക് മനസ്സിലായി. ആ ഒരു കോൺഫിഡൻസ് ഉമ്മ കുളിപ്പിച്ച് അവസാനം കൊച്ചിനില്ലാണ്ടാക്കി. ആയിരിക്കും അല്ലേ? ആണ്, ആയിരിക്കുമെന്നല്ല.